ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും ജനവിധി തേടിയ KPCC പ്രസിഡന്റ് സുധാകരൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിൽ KPCC പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി MM ഹസന് കൈമാറി. എന്നാൽ മെയ് 4-ന് തിരുവനന്തപുരത്ത് നടന്ന KPCCയുടെ നേതൃയോഗത്തിൽ അധ്യക്ഷപദം വഹിച്ചത് MM ഹസനായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിലാണ് സുധാകരനിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി MM ഹസന് കൊടുത്തത്. ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സ്വാഭാവികമായും MM ഹസൻ ആ സ്ഥാനം തിരിച്ച് സുധാകരന് കൊടുക്കുകയോ അല്ലെങ്കിൽ സുധാകരൻ ആ സ്ഥാനം ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ന്യായമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. ഏതായാലും മെയ് 4-ന് അധ്യക്ഷപദം വഹിച്ചത് MM ഹസനാണ്. ഇത് മാധ്യമങ്ങൾ വലിയ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്നു. കാരണം സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി താൽക്കാലികമായി ചുമതല MM ഹസന് കൊടുത്തു. ഇനി മറ്റൊരാളായിരിക്കും KPCC പ്രസിഡന്റ്. സുധാകരനെ മാറ്റുന്നു എന്ന നിലയിൽ മാധ്യമങ്ങളാകമാനം അങ്ങനെ വാർത്ത കൊടുത്തു. ഏതായാലും വാർത്തകൾ അങ്ങനെ സജീവമായി അന്തരീക്ഷത്തിൽ അലയടിച്ചു. അത് മോശം ഒരു ഘട്ടത്തിലേക്ക് പോകുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ തോന്നിയപ്പോൾ വളരെ പെട്ടെന്ന് സുധാകരനോട് KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തിരുവനന്തപുരത്ത് ഓഫീസിലെത്തി. മാധ്യമങ്ങളെല്ലാം വന്നു. അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു മാധ്യമ കവറേജ് ഏറ്റെടുക്കുന്ന രണ്ടാമത് KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന സുധാകരൻ ലഭിച്ചു. യഥാർത്ഥത്തിൽ ഇതൊരു സ്വാഭാവികമായ പ്രൊസീജിയർ മാത്രമായി മാറേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് ഏപ്രിൽ 26-ന് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം മെയ് ആദ്യവാരത്തിൽ നടന്ന KPCC നേതൃയോഗത്തിൻ്റെ അധ്യക്ഷപദം സുധാകരൻ ഏറ്റെടുക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കും സ്വാഭാവികമായ സംശയമുണ്ട്. ഒരൊറ്റ കാരണമാണ് ഈ നിലയിൽ മാധ്യമ വാർത്തകൾ ഉയർന്നു വരാൻ ഇടയായത്. ഏതായാലും പിന്നീട് സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തിരുവനന്തപുരം ഓഫീസിലെത്തുമ്പോൾ അത് വലിയ മാധ്യമ കവറേജ് ലഭിക്കുന്നു. പിന്നീട് അദ്ദേഹവുമായി നടത്തുന്ന ഒരു പത്രസമ്മേളനമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പത്രസമ്മേളനം കണ്ടപ്പോഴാണ്. ഒരു KPCC പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതി കാണുകയും ആ KPCC പ്രസിഡന്റിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ സുധാകരനും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചർച്ച നടത്തണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം അതിൻ്റെ ഒരു രീതികളെക്കുറിച്ചിട്ട് സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഇപ്പോൾ പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോയിട്ട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി. നമ്മളിപ്പോൾ ഈ മാപ്രകൾ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ പലപ്പോഴും നമ്മൾ കളിയാക്കാറുണ്ട്. ഈ മാധ്യമങ്ങൾ പല വിഷയങ്ങളിലും ജനങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളുടെ പേരിൽ മാത്രം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി ലഭിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നത് മറ്റൊരു കാര്യം. എന്നാൽ അതിൻ്റെയൊക്കെ പേരിൽ തന്നെ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് നമുക്കൊന്നും ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ കേവലം റേറ്റിങ്ങിൻ്റെ പിറകിൽ മാത്രം പോയി ചെയ്യുന്ന കാര്യങ്ങളുടെ എണ്ണവും വളരെ കൂടുതലാണ്. മാത്രവുമല്ല, ഇഷ്ടംപോലെ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒരു ഭയങ്കരമായ കിടമത്സരവും നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ പല വാർത്തകളും റേറ്റിങ്ങിൻ്റെ പിറകിൽ മാത്രം പോകുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണമെന്നില്ല. ഇവിടെ ഇന്നലെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് സംസാരിക്കുന്നത് കേട്ട് സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി. ഒരു KPCC പ്രസിഡന്റ് ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത്. ഇപ്പോൾ CPM സെക്രട്ടറി MV ഗോവിന്ദനോടും ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം കുറേ കൂടി കർശനമായിട്ട് അദ്ദേഹം പിണറായി സ്റ്റൈലല്ല, അല്ലെങ്കിലും പിണറായിക്ക് പഠിക്കുന്നു എന്ന് തോന്നുന്ന നിലയിലെങ്കിലും അത് മറുപടി പറയുന്നതായി തോന്നിയിട്ടുണ്ട്. എന്നാൽ സുധാകരൻ ഇങ്ങനെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്താൽ
അത് അദ്ദേഹത്തെ ആ മാധ്യമങ്ങൾ കുളിപ്പിച്ച് കിടത്തുന്നതിന് തുല്യമാവും. ഈ വരുന്ന വാർത്തകൾ സുധാകരന് വേണ്ടിയിട്ടല്ല, മറിച്ച് കെ സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ ഡാമേജ് ചെയ്യാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ KPCC പ്രസിഡന്റിൻ്റെ പദവിയെ കൂടുതൽ ഡാമേജ് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കാര്യം എന്തുകൊണ്ടാണ് കെ സുധാകരൻ മനസ്സിലാക്കാത്തത് എന്ന് ഞാൻ സത്യത്തിൽ ചിന്തിച്ചു പോവുകയാണ്. കാരണം ഇന്നലെ KC വേണുഗോപാലും അത് ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പാവമാണ്, അദ്ദേഹം നിങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് തരുന്നു എന്നുള്ളത്. അദ്ദേഹം നിങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് തന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാമെന്നാണ്. നിങ്ങളുടെ കസാര വലിക്കാൻ ശ്രമിച്ചോ, അങ്ങനെ ഏറ്റവും ആ വ്യക്തിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ ചോദ്യങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ, മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് കെ സുധാകരനെ പോലെ കരുത്തനായ ഒരു നേതാവ് അങ്ങനെ ഇരുന്നു കൊടുക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കെ സുധാകരൻ കണ്ണൂരിൽ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവരെ നേരിട്ട് കൊണ്ട് കരുത്തനായി കടന്നു വന്ന നല്ല സംഘാടകനാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുന്നതുവരെയും പ്രസിഡന്റായതിനു ശേഷവും അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ CUC എന്ന് പറയുന്ന ബൂത്ത് തലത്തിൽ നിന്നും പിന്നെയും താഴേക്കിറങ്ങി. കാരണം കോൺഗ്രസിന് അടിത്തട്ടിലാണ് സംഘടനാ സംവിധാനം ഏറ്റവും മോശമുള്ളത്. അത് ശക്തമാക്കാനാണ് CUC പോലെയുള്ള യൂണിറ്റ് കമ്മിറ്റികളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് വിഷനൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങളുമായി അദ്ദേഹം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, മാധ്യമങ്ങൾ അദ്ദേഹത്തെ കൃത്യമായി ഡാമേജ് ചെയ്യുന്നു. കെ സുധാകരൻ ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അവർക്ക് എങ്ങനെ മറുപടി പറയണമെന്നോ അദ്ദേഹത്തിന് അറിയുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ആ ഒരു പഴയ രാഷ്ട്രീയക്കാരൻ്റെ സ്വഭാവ രീതികളും വർത്തമാനങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത് ഈ പുതിയ കാലത്ത് അത്രയധികം ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അതോടൊപ്പം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം വളരെ പുറകോട്ട് പോകുന്നു. തിരിച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു KPCC പ്രസിഡന്റിന് കൊടുക്കേണ്ട വില അത് വാങ്ങിയെടുക്കേണ്ടത് കെ സുധാകരൻ്റെ ചുമതലയാണ്. മാധ്യമങ്ങൾ അത് കൊടുക്കാൻ തയ്യാറാവില്ല, കാരണം അവരുടെ സ്വഭാവ രീതി അങ്ങനെയാണ്. എന്നാൽ അത് വാങ്ങിയെടുക്കേണ്ട ചുമതല കെ സുധാകരനുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നം, കസാര വലിക്കുകയോ, MMSന് ഇഷ്ടമാണോ, അതാണോ ഇതാണോ, തങ്ങയെ വലിച്ചിടാൻ ശ്രമിച്ചോ, ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വളരെ പ്രസക്തമായൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ, പ്രസക്തമായ വിഷയങ്ങൾ രാജ്യത്ത് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വേറൊരു മൂഡിലേക്ക്, ഒരു ഫണ്ണി മൂഡിലേക്കൊക്കെ പോയതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും കെ സുധാകരനും മാധ്യമങ്ങളും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അത്ര സുഖകരമായി തോന്നുന്നില്ല. അത് KPCCക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനക്കും നേതൃത്വത്തിനും അത്ര ഗുണകരമാവില്ല ഇത്തരം മാധ്യമങ്ങളുടെ ഇടപെടലുകൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.